ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് കേരളമൊട്ടുക്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനാണ്. അഥവാ വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്ത് നടത്തിയ പ്രസംഗമാണ് മെയിൻ വിഷയം. അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് വർഗീയ പരാമർശങ്ങൾ പലപ്പോഴായി പലയിടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. ഒന്ന് ഈ അടുത്ത കാലത്തായിട്ട് നിലമ്പൂർ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈഴവ സമുദായത്തിന്, ഹൈന്ദവ സമുദായത്തിലെ സമുദായാംഗങ്ങൾക്ക് മലപ്പുറത്ത് ഒന്ന് ശ്വസിക്കാൻ പോലുമുള്ള, ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്, ഒന്ന് മനസ്സറിഞ്ഞ് ശ്വസിക്കാൻ പോലുമുള്ള ഒരു അവസരം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാമർശമായിരുന്നു പ്രധാനമായിട്ടും അന്ന് പരാമർശം നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം കുറച്ചും കൂടി കടന്നിട്ട് കൂടുതൽ പരാമർശങ്ങളിലേക്ക് നടത്തിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് മുസ്ലിങ്ങൾ പോപ്പുലേഷൻ കൂട്ടി മലപ്പുറത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടി അങ്ങനെ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കോട്ടയത്ത് പോലുള്ള അല്ലെങ്കിൽ തെക്കൻ ജില്ലകളിൽ പല ജില്ലകളിലും പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജനസംഖ്യ കുറയുന്നുണ്ടെങ്കിൽ ഇന്ന് മലപ്പുറത്ത് ജനസംഖ്യ കൂടുന്നതിൻ്റെ ഫലമായി, അതും ബോധപൂർവമായി മലപ്പുറത്ത് ജനസംഖ്യ കൂട്ടി അവിടെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടി അങ്ങനെ ഒരു കേരളം ഭരിക്കാനുള്ള ഒരു തത്രപ്പാടിലേക്ക് മുസ്ലിം സമുദായം മാറിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സ്ത്രീകൾ പ്രസവിച്ചു കൂട്ടാനുള്ള ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു മെഷീൻ, ഒരു ഫാക്ടറിയിലെ ഒരു മെഷീൻ പോലെയാണ് എന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം തികച്ചും സ്ത്രീവിരുദ്ധമായ ഒരു സംഭാഷണം, ഒരു കമൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വലിയ നേതാവും ലോകത്ത് അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുമായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചുള്ള ഒരു പരാമർശവും നടത്തി. കാന്തപുരം പറയുന്നതനുസരിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പറഞ്ഞാലേ ചെയ്യൂ എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്തിനാണ് അദ്ദേഹം കാന്തപുരത്തിനെ ഈ വിഷയത്തിലേക്ക് എടുത്ത് പരാമർശിച്ചതെന്നോ, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം തുടരെയായി ഇത്തരം വർഗീയമായ പരാമർശങ്ങൾ നടത്തുന്നത് എന്നോ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് രണ്ട് പ്രധാന പോയിന്റുകളുണ്ട്. അതിലൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS എന്നറിയപ്പെടുന്ന കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള BDJS എന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം കേരളം ഭരിക്കുന്ന LDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു LDFൻ്റെ ഒരു ഈഴവ വോട്ട് ബാങ്കിൻ്റെ ഒരു അമരക്കാരനായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ വെള്ളാപ്പള്ളി ഫാമിലിയെ പറ്റി നാം പരിശോധിച്ച് കഴിഞ്ഞാൽ, കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന മകനും ഭാര്യയും, കേരളം ഭരിക്കുന്ന LDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിൽ നിന്നും തൻ്റെ ചെയ്തികൾക്കും തൻ്റേതായ പ്രശ്നങ്ങൾക്കുമെല്ലാം തനിക്കെതിരെ വരാവുന്ന എല്ലാവിധ അമ്പുകളെയും അല്ലെങ്കിൽ ഒളിയമ്പുകളെയോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയതിൻ്റെ പരിണത ഫലങ്ങളെയോ മറ്റേ ഏജൻസികളെയോ അന്വേഷണ ഏജൻസികളെയോ എല്ലാം തടയിടാനുള്ള വകുപ്പ് ഈ ഫാമിലി മൊത്തത്തിൽ ഒരു തീരുമാനിച്ച് ഒരു ഡബിൾ ഗെയിമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ ഇങ്ങനെ ഒരു നടത്തുന്നു, കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി NDA സർക്കാരിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ രണ്ട് സ്ഥലത്തു നിന്നുള്ള പ്രതിരോധങ്ങളെ, രണ്ട് സ്ഥലത്തു നിന്നും വരുന്ന, രണ്ട് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നും വരുന്ന ആക്രമണങ്ങളെയോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ഇതിനെയോ പ്രതിരോധിക്കാനുള്ള വകുപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ LDF സർക്കാരിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതിനെ പ്രതിരോധിക്കുന്നതിനുപരിയായിട്ട് കേന്ദ്രം ഭരിക്കുന്ന അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ BJPയിലേക്ക് ആളുകളെ, കേരളത്തിൽ നിന്നുള്ള ഇഴവ വോട്ടുകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടുകളെ അങ്ങോട്ടേക്ക് ചോർത്തി കൊടുക്കാനുള്ള ഒരു ശ്രമവും കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്തുള്ള എല്ലാ പ്രസ്താവനകളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 45 മിനിറ്റോളമാണ് കോട്ടയത്ത് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളോട് പലവിധ ഉപദേശങ്ങൾ കൊടുക്കാനും
നിർദ്ദേശങ്ങൾ കൊടുക്കാനും സമുദായത്തിൻ്റെ ഇഷ്യൂ യഥാർത്ഥത്തിൽ ഈഴവ സമുദായം നേരിടുന്ന യഥാർത്ഥ അടിസ്ഥാനപരമായ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഉയർത്തി കാണിക്കുന്നതിന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു പരമത വിദ്വേഷമോ അല്ലെങ്കിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ഒരു പ്രബുദ്ധ സംസ്ഥാനത്ത് സംസാരിക്കാൻ പാടില്ലാത്തതോ എന്നല്ല, ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത തരത്തിലുള്ള വാക്കുകളും കോപ്രായങ്ങളുമാണ് അദ്ദേഹം ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു വേദിയിൽ വന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ, അതും ഇത്രയും ചാനലുകളും മറ്റുമെല്ലാം ഇത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കുമ്പോൾ അത് തികച്ചും വേദനിപ്പിക്കുന്ന ഒന്നാണ്. അത് മനുഷ്യസ്നേഹികളെ വേദനിപ്പിക്കും. അതിന് ഒരു പ്രത്യേക മതത്തിൽപ്പെടുന്നവരോ പ്രത്യേക ജാതിയിൽപ്പെടുകയോ വേണ്ട, മനുഷ്യനായാൽ മാത്രം മതി എന്ന ഒരു ഇതാണ് നമുക്കതിൽ നിന്ന് ഉൾക്കൊള്ളാനും പറയാനുള്ളത്. അതോടൊപ്പം തന്നെ അപ്പോൾ അങ്ങനെ അദ്ദേഹം കേന്ദ്രത്തിലും കേരളത്തിലും അദ്ദേഹത്തിൻ്റെ നില ഭദ്രമാക്കി വെക്കാൻ ഈ കുടുംബം വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഫലമായി രണ്ട് സ്ഥലത്തും അവർ അവരുടേതായ ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വളരെയധികം മാധ്യമങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താനൊരു സമുദായത്തിൻ്റെ നേതാവാണ്. പക്ഷെ തന്നെക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ തന്നെ ഈ ചാനലുകളിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലോ പരാമർശം പോലും ഇല്ല. താനിവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും സംസാരിക്കാത്ത രൂപത്തിൽ താൻ വിസ്മരിക്കപ്പെടുകയും അതേ സമയം ഒരു മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ആഗോളത്ത് അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ്റെ, അത് അവിടെ ഇരിക്കട്ടെ, അപ്പോൾ ആ പേരിൽ ഇന്ന് കേരളത്തിലെ ചാനലുകൾ, സർവമാന ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അടക്കം എല്ലാവരും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും പ്രശംസിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ നിമിഷപ്രിയ വിഷയത്തിൽ അദ്ദേഹം യമനിലെ അദ്ദേഹം ഒരു സൂഫി പണ്ഡിതനുമായ ഉമർ ഹഫീസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിരിക്കുകയാണ്. പൂർണ്ണമായും ഒഴിവാക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയിരിക്കുന്നു. ഇതിനെ ഓൾ ഇന്ത്യ ലെവൽ, അതായത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിൽ വരെയും അത് ചർച്ചാ വിഷയമാവുകയും നാഷണൽ മീഡിയകൾ, NDTV അടക്കമുള്ള ഏറ്റവും കൂടുതൽ ഇത്തരം വെള്ളാപ്പള്ളിയുടെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ടൈംസ് നൗ പോലുള്ള ചാനലുകളടക്കം, അർണബ് ഗോസ്വാമിയുടെ ചാനലുകളടക്കം ഇത് വിഷയം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ തന്നെ ഒരു സമുദായത്തിൻ്റെ നേതാവായി അറിയപ്പെടുന്ന കാന്തപുരം ഇത്രയും ശോഭിക്കുകയും ഇത്രയധികം ചാനലുകളിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു, അദ്ദേഹത്തിനെ എല്ലാവരും വന്ന് പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും വേറൊരു സമുദായത്തിൽപ്പെട്ട തനിക്കും ഇതേപോലെയുള്ളൊരു അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പോൾ തനിക്ക് പറ്റുന്ന രൂപത്തിൽ, തനിക്കിപ്പോൾ യമനിൽ പോയിട്ട് നിമിഷപ്രിയനെ രക്ഷിക്കാനോ അല്ല ഇനിയിപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളിൽ നിന്ന് ആരെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരാനോ, ഇനി അതും പോട്ടെ, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനം, കേരളം വിട്ടുള്ള മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരു വ്യക്തിയെ അവിടെ സർക്കാരിലോ മറ്റോ പ്രഷർ ചെലുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനോ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അപ്പോൾ അങ്ങനെ തൻ്റെ ഒരു കഴിവില്ലായ്മ അവിടെ ഉള്ളത് കൊണ്ട് തനിക്കിനി എങ്ങനെയാണ് ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം മനഃപൂർവ്വം തെരഞ്ഞുപിടിച്ചുണ്ടാക്കുന്ന ഒരു പ്രസ്താവന കൂടിയായിരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർഗീയമായി ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും ചേരിതിരിവുണ്ടാക്കുകയും രണ്ട് സമുദായങ്ങളെയോ രണ്ട് മതത്തിൻ്റെ ആളുകളെയോ പരസ്പരം അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. അടുപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവമാണ് സ്വാഭാവികമായും മത നേതാക്കന്മാർക്കും സമുദായ നേതാക്കന്മാർക്കും വേണ്ടതെങ്കിൽ അദ്ദേഹം അടുപ്പിക്കുന്ന ഒരു പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാന്തപുരം പറയുന്നത് പോലെയാണ് കേരളത്തിലെ കാര്യങ്ങൾ നടക്കൂ എന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാന്തപുരം ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനെയോ ഒരു പ്രസ്താവനയോ അദ്ദേഹത്തിൻ്റെ സമുദായത്തെയോ ഒന്നും ഇതുവരെയും ഉപദ്രവിച്ചതായിട്ടോ അവർക്കെതിരെ പ്രസ്താവന പോലും നടത്തിയതായിട്ടോ നമുക്കറിയില്ല. നമുക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും ഓഡിയോസും ഒക്കെ കേൾക്കാൻ പറ്റും. അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയ 80 കാലഘട്ടം മുതലുള്ള ഓഡിയോകൾ ഇപ്പോഴും ലഭ്യമാണ്. അതിലെങ്ങും അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തെയോ ഒരു മതത്തെയോ പ്രത്യേകമായി പേരെടുത്ത് പരാമർശിക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹം എന്നും രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹം അതിനെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെയും സമൂഹത്തെയും മൊത്തത്തിൽ ബാധിക്കുന്നതാണെങ്കിൽ അദ്ദേഹം തുറന്നടിക്കാറുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി. അങ്ങനെയല്ലാതെ അദ്ദേഹം ഇതുവരെയായിട്ട് ഈ വെള്ളാപ്പള്ളി പലപ്പോഴായിട്ട് പറഞ്ഞ പ്രസ്താവനകൾക്കൊന്നും മറുപടി പറയാൻ അദ്ദേഹം മുന്നിട്ട് വന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞതിൽ തന്നെ അതിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു പോയിന്റ് വ്യക്തമാണ്. അതായത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി
ഈ കാന്തപുരം ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ എനിക്കും ആ ഒരു ലൈം ലൈറ്റിലേക്ക് വരണമെന്നുള്ള ഒരു ലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത്. ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ അദ്ദേഹം തിരഞ്ഞെടുക്കേണ്ട നല്ല ലക്ഷ്യമാണ്. നമ്മളുടെ സുഹൃത്ത് ഒരു ഉന്നതമായിട്ടൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഒരാൾ വലിയൊരാളാവുമ്പോൾ, നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കും ഉയരണമെന്നൊരാഗ്രഹം ഉണ്ടാവും. അത് സ്വാഭാവികം. അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് പ്രധാനം. സുഹൃത്ത് അധ്വാനിച്ച് കോടീശ്വരനായാൽ ഞാൻ കള്ളക്കടത്ത് നടത്തി കോടീശ്വരനാവുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആ സമയത്ത് നല്ല നിലയിലൂടെ നമ്മൾ അധ്വാനിച്ച് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ നാം ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി തിരഞ്ഞെടുത്ത മാർഗം എന്നുള്ളത് സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനോ, അല്ലെങ്കിൽ കേരളം ഒട്ടുക്കും അദ്ദേഹത്തിനെതിരെ ചീത്ത പറയുകയും മോശം പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനോ ആണോ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. ഇനി വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ സ്വന്തം സമുദായത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് നമുക്ക് വളരെ പ്രസക്തമായ ചോദ്യം. കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവും അധ്വാനവും ഉപയോഗിച്ച് സമുദായത്തെയും സമൂഹത്തെയും എല്ലാം കൂടെ ചേർത്ത് നിർത്തി അദ്ദേഹം 35,000-ൽ പരം വരുന്ന കുട്ടികളെ അവിടെ ഡയറക്റ്റ് നിർത്തി പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ഹോം കെയർ പദ്ധതികൾ, അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കുട്ടികളെയും അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. പിറന്നു വീണ കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് അവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഹോം കെയർ പദ്ധതി അടക്കം ഒരുപാട് കേരളത്തിലെ വിദ്യാഭ്യാസ മുസ്ലിം നവോത്ഥാന രംഗങ്ങളിൽ കാന്തപുരത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ നിസ്തുലമാണ്. അത് അദ്ദേഹത്തെ വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു വർഗീയത ഇവിടെ പടച്ചുവിടുന്നതെന്ന ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഈഴവ സമുദായത്തിന് അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വെള്ളാപ്പള്ളിയെ പോലെ 30 വർഷം ആ സീറ്റിലിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ചെയ്തതെന്നത് ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. 30 വർഷം ഒരാൾ ഒരു സീറ്റിലിരുന്നാൽ അയാളുടെ പൃഷ്ഠത്തിൽ തഴമ്പ് വരിക എന്നുള്ളതല്ലാതെ അയാൾ എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വളർച്ചയും ക്രെഡിബിലിറ്റിയും. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ കീഴിലായിട്ട് കുറേ കോളേജുകൾ, സ്കൂളുകളൊക്കെ ഉണ്ട്. ഈ കോളേജുകൾ, സ്കൂളുകളെല്ലാം എങ്ങനെയാണ്, ഏത് ഭൂമിയിലാണ് ഈ കോളേജുകളും സ്കൂളുകളും സ്വന്തമായിട്ട് കോളേജിനോ സ്കൂളിനോ ഭൂമിയുണ്ടോ? അല്ലെങ്കിൽ ആ കോളേജുകളുടെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? അവിടെ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ പഠിപ്പിക്കാൻ വരുന്ന, അധ്യാപനത്തിന് വരുന്ന പാവപ്പെട്ട സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും ലക്ഷങ്ങൾ ഫീസ് മേടിച്ച് അവിടെ ജോലി കൊടുക്കുന്നതിൽ നിന്ന് മാറി അവർക്കെങ്കിലും അവരുടെ സ്വന്തം സമുദായത്തിനെങ്കിലും ഒരു ഗുണം കിട്ടുന്ന രൂപത്തിലേക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ടോ എന്നെല്ലാം നാം ചിന്തിക്കേണ്ടതാണ്. അവിടെ വെള്ളാപ്പള്ളിയുടെയും നേതൃത്വം കൊടുക്കുന്ന കോളേജുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവിടെ കോളേജുകൾ പലതും പൂട്ടലിൻ്റെ വക്കിലാണ്. അതിൻ്റെ ബിൽഡിങ്ങുകളെല്ലാം നാശാവശേഷമായി കിടക്കുന്നു. അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരിൽ നിന്ന് ഫസ്റ്റ് തുടക്കത്തിൽ മേടിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. ആ ഒരു എമൗണ്ടിന് കയ്യും കണക്കുമില്ല. മാത്രവുമല്ല, അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെന്നോ പാവപ്പെട്ടവനാണെന്നോ നിവൃത്തിയില്ലായ്മ കൊണ്ട് വരുന്നതാണെന്നോ ഒന്നും ചിന്തിക്കാതെ അവർക്ക് വേണ്ട രൂപത്തിലൊന്നും കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഇരിക്കെ ആ ഒരു അവസ്ഥ നിലനിൽക്കെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തിലെ ഈ ഇത്തരം സ്വന്തം കണ്ണിലിരിക്കുന്ന ഈ കോലി എടുത്ത് കളയാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നടക്കുന്ന ആ ഒരു അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹം പെറ്റുകൂട്ടുകയാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രസവിച്ച് കുട്ടികളെ ഉണ്ടാക്കി മറ്റു സമുദായത്തിന് ചലഞ്ച് ഉണ്ടാക്കേണ്ട ഒരു വിഭാഗമാണ് എന്നൊക്കെയുള്ള വളരെ വളരെ പരിതാപകരമായ ഒരു ചിന്താഗതിയാണ്, അല്ലെങ്കിൽ വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്, പ്രധാനമായും പറഞ്ഞത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകളോട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ നിന്ന് LDFൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ LDFൻ്റെ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തെയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടിനെ NDAക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ LDFന് ടോർപിഡോ ചെയ്തുകൊണ്ട് NDAയിലേക്ക് വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ നിൽക്കണം എന്നുള്ളത്. ലൈം ലൈറ്റിൽ നിൽക്കാൻ തൻ്റേതായ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തെളിയിച്ചത് ഈ വർഗീയ പരാമർശത്തിൻ്റെ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പരാമർശത്തിലൂടെ
തൻ്റെ ഇത് നിലനിർത്തണമെന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേരള സമൂഹം അതിനെതിരെ ശക്തമായ നിലകൊള്ളും. ഇത്തരം പരാമർശങ്ങൾ ഏത് സമുദായത്തിൻ്റെയോ ഏത് സമൂഹത്തിൻ്റെയോ ഏത് മതത്തിൻ്റെയോ ആളുകളിൽ നിന്നുണ്ടായാലും നമ്മളതിനെ ശക്തിയുക്തം എതിർക്കണം. അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം, കേരളത്തിൻ്റെ തനതായ ശൈലി അതാണ്. ഒരു മനുഷ്യൻ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് മാത്രം പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.